പാരമ്പര്യമനുസരിച്ച് മൂത്ത മകന് ഉള്ള സ്വത്തിൽ 2/3 ഭാഗവും ഇളയ മകന് സ്വത്തിൽ 1/3 ഭാഗവും അപ്പൻ്റെ ജീവിതാന്ത്യത്തിങ്കിൽ ജീവിതം അവസാനിക്കാറാകുന്നെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് നൽകണം. അതാണ് ക്രമം. അല്ലെങ്കിൽ നമുക്കും അറിയാം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടുകളിലെ ഭാഗം വെപ്പും വിഭജനവും എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അപ്പൻ വളരെ സജീവനായിട്ട് നിലനിൽക്കുന്ന സമയത്താണ് ഈ മോൻ വന്ന് അപ്പനോട് എനിക്ക് അവകാശപ്പെട്ടത് ഇങ്ങ് തന്നേക്ക് എന്ന് അങ്ങോട്ട് പറയുന്നത്. അത് ആ മനസ്സിൽ, പിതാവിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന വേദനയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. പെട്ടെന്ന് എന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറയുകയാണ്. എത്രമാത്രം സങ്കടത്തോടു കൂടിയാണെങ്കിലും ആ പിതാവ് ആ മകൻ ചോദിച്ച കാര്യങ്ങൾ നിവർത്തിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നിവർത്തിച്ച് കൊടുത്തിട്ട് ഈ മകൻ അവിടെയുള്ള സകലതും വിറ്റ്, ഇന്നത്തെ